എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധമുത്തരാർത്ഥം അധ്യായം 58 ശ്ലോകം 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47 12 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. അന്ന് അഗ്നജിത്തിന്റെ മകളായ സത്യയ്ക്ക് ഭഗവാനെ തന്നെ വരനായിട്ട് ലഭിക്കണം എന്നാണ് മോഹം. അയോധ്യാധിപതിയായിട്ടുള്ള ആ നഗ്നജിത്ത് എന്ന രാജാവിന്റെ മകള് ആ സത്യയ്ക്ക് ഭഗവാനെ തന്നെ, ശ്രീകൃഷ്ണ ഭഗവാനെ തന്നെ വിവാഹം ചെയ്യും. അതിനുവേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഭഗവാൻ ആ പ്രാർത്ഥന കേൾക്കാതിരിക്കും. അതിനുവേണ്ടി തന്നെ അവിടെ അയോധ്യയില് എത്തിയത് ഭഗവാൻ സൈന്യങ്ങളോട് കൂടിയിട്ട്. ഭഗവാൻ അവിടെ വന്നപ്പോ ആ രാജാവ് പൂജിച്ചിരുത്തി. ഓം നമോ ഭഗവതേ വാസുദേവായ കോമളം പൂജയൻ വേണം ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 36. വരം വിലോക്യാഭിമതം സമാഗതം നരേന്ദ്രകന്യാ ജഗമേ രമാപതിം ഭൂയാദയം മേ പതിരാശിഷോ മലാ കരോതു സത്യായതി മേ ധൃതോ വ്രതേ. താൻ മനസ്സുകൊണ്ട് കാക്ഷിച്ചിരിക്കുന്ന സാക്ഷാൽ ലക്ഷ്മി വല്ലഭനായ ശ്രീകൃഷ്ണൻ ഗൃഹത്തിൽ വന്നു എന്നങ്ങോട്ട് അറിഞ്ഞു രാജപുത്രിയായിട്ടുള്ള സത്യ. ഇദ്ദേഹം എന്റെ ഭർത്താവായി വരണേ. ഞാൻ ഈ ഭഗവാനെ പ്രസാദിപ്പിക്കാനുള്ള വ്രതാദികൾ അനുഷ്ഠിച്ച് ഹൃദയകമലത്തിൽ ഈ രൂപം ഞാൻ ധ്യാനിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ആഗ്രഹങ്ങൾ ഇദ്ദേഹം സഫലമാക്കി തീർക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി അങ്ങനെ ഇരുന്നു. ഇത്രയും രുക്മിണീദേവി പ്രാർത്ഥിച്ച പോലെ തന്നെ സത്യം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. യൽപാദ പങ്കജരജ ശിരസാഭിഭർത്തി ശ്രീ അബ്ജ സഗിരിശ സഹലോകപാലൈ ലീലാതനു സുകൃതസേതു പരീപ്സയേഷ കാലേ ദധൽസ ഭഗവാൻ മമകേന ദുഷ്യേൽ. ഈ ആഗ്രഹം സാധിക്കാൻ വളരെ പ്രയാസാണെന്ന് സത്യയ്ക്ക് അറിയാം. യാതൊരുവന്റെ പാദകമലത്തിലെ പൊടികൾ മഹാലക്ഷ്മിയും ബ്രഹ്മാവും ശിവനും ദിക്പാലകന്മാരും ശിരസ്സുകൊണ്ട് സർവദാ ധരിക്കുന്നുവോ? തന്നാൽ കൽപ്പിക്കപ്പെട്ട ധർമ്മമാർഗങ്ങൾക്ക് തടസ്സം നേരിടുന്ന സമയത്ത് അവയെ നിലനിർത്തുവാൻ വേണ്ടി ഓരോ ദിവ്യ ശരീരങ്ങൾ ധരിച്ച് ലീലയാ ധർമ്മസ്ഥാപനം ചെയ്യുന്ന ഈശ്വരനായ ആ ഭഗവാൻ എന്റെ നേരെ പ്രസാദിക്കാൻ എനിക്ക് എന്ത് ഉപായ ഭഗവാൻ പ്രസാദിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുക? ഒന്നും പറ്റുന്ന എനിക്ക് തോന്നണില്ല. അതൊന്നും ചെയ്യാൻ എനിക്ക് പറ്റില്ല. എന്നാലും ഭഗവാൻ എന്നോട് കരുണ തോന്നി എന്നിൽ പ്രസാദിക്കണേ എന്നാണ് ആ സത്യയുടെ പ്രാർത്ഥന. ചിതം പുനരിത്യാഹ നാരായണ ജഗൽപദേ ആത്മാനന്ദേന പൂർണ്ണസ്യ കരവാണി കിമൽപക. രാജകന്യക ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. ഭഗവാനെ ഇങ്ങനെ ഭക്തിപൂർവ്വം പൂജിച്ചുകൊണ്ടിരിക്കുകയാണ് രാജാവ്. യഥാവിധി ഭഗവാനെ സൽക്കരിച്ചിരുത്തിയ ശേഷം രാജാവ് ഭഗവാനോട് പറഞ്ഞു, ചോദിക്കുകയാണ്, ഹേ കരുണാമൂർത്തി, ലോകനാഥ, പരമാനന്ദ സ്വരൂപനായ അവിടത്തേക്ക് ശുദ്ധനായ എന്നെ കൊണ്ട് യാതൊരു ആവശ്യവും ഉണ്ടാവില്ല എന്ന് അടിയനെ അറിയാം. എങ്കിലും എന്നെ അനുഗ്രഹിക്കാനായിട്ട് എന്തെങ്കിലും ആജ്ഞാപിക്കണേ. എന്ത് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇവിടെ വന്നതെന്ന് മനസ്സിലാവണില്ല. എന്നെ അനുഗ്രഹിക്കാനായിട്ട് എന്തെങ്കിലും ഒന്ന് ആവശ്യപ്പെടണേ എന്ന് അതാ പറയണേ. ശ്രീ ശുക ഉവാച തമാഹ ഭഗവാൻ ഹൃഷ്ട ഹൃദാസന പരിഗ്രഹ മേഘഗംഭീരയാ വാച സസ്മിതം കുരുനന്ദന. ശ്രീ ശിവബ്രഹ്മർഷി പറഞ്ഞു, ഹേ പരീക്ഷിത് മഹാരാജാവേ, ഇങ്ങനെ ചോദിച്ചപ്പോ പരമസന്തുഷ്ടനായ ശ്രീകൃഷ്ണ ഭഗവാൻ ആ സിംഹാസനമൊക്കെ സ്വീകരിച്ചു. എന്നിട്ട് മേഘഗംഭീര സ്വരത്തോടും മന്ദഹാസത്തോടും കൂടി രാജാവിനോട് ഇങ്ങനെ പറഞ്ഞു. ശ്രീ ഭഗവാൻ ഉവാച നരേന്ദ്രയാജ്ഞാ കവിഭിർവിഗർഹിത രാജന്യബന്ധോർ നിജധർമ്മവർത്തിന തഥാപി യാചേ തവ സൗഹൃദേച്ഛയാ കന്യാം ത്വദീയാം നഹി ശുൽക്കദാ വയം.
ഭഗവാൻ പറയാണ്, ഹേ രാജാവേ, സ്വധർമ്മ ശ്രദ്ധയോടെ ഇരിക്കുന്ന ക്ഷത്രിയൻ യാചിക്കുന്നത് അയോഗ്യമാണെന്ന് പൂർവാചാര്യന്മാര് നിശ്ചയിച്ചിട്ടുണ്ട്. എങ്കിലും അങ്ങയുടെ ബന്ധുത്വത്തിൽ അധികം താല്പര്യമുള്ളത് കൊണ്ട് അങ്ങയുടെ കന്യകയെ എനിക്കായി നൽകണം എന്നാണ് ഞാൻ യാചിക്കണം. യാചിക്കാൻ പാടില്ല എന്നൊക്കെയാണ് നിയമം. പക്ഷെ അങ്ങയുടെ ബന്ധുവാണെന്ന് എനിക്ക് മോഹമുണ്ട്. അതുകൊണ്ട് അങ്ങയുടെ മകളെ, ആ കന്യകയെ എനിക്ക് അതാണ് ഞാൻ യാചിക്കുന്നത്. പക്ഷെ അങ്ങ് നിശ്ചയിച്ച മൂല്യം നൽകാനൊക്കെ എനിക്ക് സാധിക്കുമെന്ന് സംശയമാണെന്ന്. കാളകളെ പൂട്ടിക്കെട്ടണം എന്ന് പറഞ്ഞാൽ അതൊന്നും ചെയ്യാൻ ഉള്ള യോഗ്യത എനിക്കില്ല എന്നുള്ളൊരു ആ ശക്തി നമുക്കില്ല എന്ന് പറയാ. രാജോവാച കോന്യസ്തേഭ്യധികോ നാഥ കന്യാവരൗഹേപ്സിത ഗുണൈകധാംനോ യസ്യാംഗേ ശീർവസത്യനഭായിനി. രാജാവ് പറഞ്ഞു, സന്തോഷായി മഹാരാജാവിന് ഇത് കേട്ടപ്പോ. ഹേ നാഥ, സകല ഗുണങ്ങൾക്കും ഏകസ്ഥാനമായിരിക്കുന്ന നിന്തിരുവടിയുടെ മാറിടത്തിലെ മഹാലക്ഷ്മി സർവദാ വസിക്കുന്നു. ഇതിനേക്കാൾ മീതെ കന്യകയ്ക്ക് ആഗ്രഹിക്കത്തക്ക യോഗ്യനായ വരൻ ആരാളുള്ളത്? കിന്തു അസ്മാഭികൃത പൂർവം സമയസത്വദർശഭ പുംസാം വീര്യപരീക്ഷാർത്ഥം കന്യാവര പരീക്ഷയ. എന്നാൽ കന്യയ്ക്ക് യോഗ്യവരനായിരിക്കുന്ന അങ്ങയെ തന്നെ ലഭിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് പുരുഷന്മാരുടെ ബലവീര്യം പരീക്ഷിക്കാൻ ഉപകരിക്കുന്ന ഒരു ശപഥം കന്യകയുടെ ബന്ധുവർഗങ്ങളായ ഞങ്ങളെ യോജിച്ച് ആദ്യമേ നിശ്ചയിച്ചു പോയി ഭഗവാൻ. ഭക്താഭീഷ്ടപ്രദനായ അവിടുന്ന് ഞങ്ങളുടെ ആ ശപഥം പരിപാലിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണം. സപ്തൈതേ ഗോവൃഷാവീര ദുർദാന്താദുരവഗ്രഹ ഏതൈർഭഗ്നാസു ബഹവോ ഭിന്നഗാത്ര നൃപാത്മജാ. വേണ്ടതുപോലെ ശിക്ഷിച്ചു പഴക്കിയിട്ടില്ലാത്തതുകൊണ്ട് അന്യന് കീഴടങ്ങാത്ത മതിച്ച 7 കാളകള് ഇതാ നിൽക്കണു. ഇവയെ പിടിച്ചു ബന്ധിക്കുന്നവർക്ക് കന്യകയെ കൊടുക്കാമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇവയെ പിടിച്ചെടുക്കാൻ ശ്രമിച്ച അനേകം രാജകുമാരന്മാരെ ഈ കാളകള് കുത്തിക്കൊന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. യതിമേ നിഗൃഹീതാസ്യു ത്വയൈവ യദുനന്ദന വരോ ഭവാനഭിമതോ ദുഹിദുർമേ ശ്രീയപ്പതേ. ഹേ യദുനന്ദന, ഈ കാളകളെ അവിടത്തേക്ക് മാത്രമേ അടക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ലക്ഷ്മി വല്ലഭനായ അങ്ങ് തന്നെ എന്റെ പുത്രിയുടെ ഭർത്താവ് എന്ന് മുമ്പ് തന്നെ നിശ്ചയിച്ചിട്ടാണ് ഈ പ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. വേറെ ആർക്കും ഇത് ചെയ്യാൻ പറ്റില്ല, അവിടത്തേക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പ്രതിജ്ഞ ഞങ്ങൾ എടുത്തത്. ഭഗവാന് ഈ കാളകളെ അടക്കി കഴിഞ്ഞാൽ അവിടുന്ന് തന്നെ എന്റെ പുത്രിയെ വിവാഹം ചെയ്തല്ലോ എന്നുള്ള ആ ഒരു മോഹം കൊണ്ടാണ് എന്ന് പറയാ രാജാവ്. ഏവം സമയമാകർണ്യ ദത്വാ പരികരം പ്രഭു ആത്മാനം സപ്തധാ കൃത്വാ നിഗൃഹാൽ ലീലയൈവ താൻ. എല്ലാം ചെയ്യാൻ സമർത്ഥനായിരിക്കുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ശബ്ദം കേട്ട ഉടനെ പെട്ടെന്ന് ഉത്തരയൊക്കെ അരയെ കെട്ടിയിട്ട് അങ്ങോട്ട് നിന്ന് വീരനെ പോലെ അങ്ങോട്ട് നിന്നു. രാജകന്യക അവിടെ നോക്കി നിൽക്കണ്ട എന്താണ് ഭഗവാൻ ചെയ്യണമെന്ന്. ആ രാജകന്യക നോക്കി നിൽക്കെ തന്നെ 7 ശരീരത്തെ അങ്ങോട്ട് സ്വീകരിച്ചു ഭഗവാൻ. 7 ആളായിട്ട് അങ്ങോട്ട് മാറി. എന്നിട്ട് 7 കാളകളുടെ അരികത്ത് ഒരേ സമയത്ത് പ്രവേശിച്ച് അവയുടെ മൂക്കു തുളച്ച് കയറിട്ട് അങ്ങോട്ട് പിടിച്ചു. ഒരു പ്രയാസം കൂടാതെ അങ്ങോട്ട് സ്വാധീനപ്പെടുത്തി. ബഹുരൂപത്തെ സ്വീകരിച്ച് ബഹുഭാര്യമാരെ ആനന്ദിപ്പിക്കാൻ സമർത്ഥനായിരിക്കുന്ന തനിക്ക് എത്ര ഭാര്യമാരുണ്ടായാലും അവർക്ക് തമ്മിൽ വൈരം ഉണ്ടാവാൻ അവകാശമില്ല എന്ന് ആ രാജകന്യകയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ ഭഗവാൻ ഇങ്ങനെ ചെയ്തത് എന്ന് തോന്നുന്നു. ഒളികണ്ണൊക്കെ ഇട്ട് നോക്കിയിട്ടാണ് വേഗം ചെയ്തത്. സന്തോഷായിട്ട് ഇങ്ങനെ നിൽക്കുക അവിടെ സത്യ എന്നുള്ള ആ രാജകുമാരി. ബദ്ധ്വാദാൻ ദാമഭിശൗയിർ ഭഗ്നദർപ്പാൻ ഹദൗജസ വ്യകർഷല്ലീലയാ ബദ്ധാൻ ബാലോ ദാരുമയാൻ യഥാ. മൂക്ക് തുളച്ച് കയറിട്ട് പിടിച്ചപ്പോ കാളകളുടെ അഹങ്കാരവും മൂക്കൊക്കെ ശമിച്ചു. മരം കൊണ്ടുണ്ടാക്കിയ കാളകളെ കുട്ടികൾ ഇങ്ങനെ കയറിട്ട് വലിക്കില്ല, അതുപോലെ മൂക്കിൽ കയറിട്ട് പിടിച്ച 7 കാളകളെയും ഒരു വിഷമമില്ലാര കളിയായിട്ട് തന്നെ പിന്നാലെ വലിച്ചുകൊണ്ട് വന്നു. അങ്ങോട്ട് കണ്ടപ്പോ മഹാരാജാവിനുണ്ടായ ഒരു സന്തോഷം. തഥപ്രീതസുതാം രാജാ ദദോ കൃഷ്ണായ വിസ്മിത താം പ്രത്യഗൃഹാൽ ഭഗവാൻ വിധിവൽ
സദൃശീം പ്രഭു. ഇത് കണ്ടപ്പോ തന്റെ മനോരഥം സാധിച്ചല്ലോ എന്ന് ഓർത്ത് സന്തോഷിച്ച ആ രാജാവ് ആശ്ചര്യത്തോടെ പുത്രിയെ ശ്രീകൃഷ്ണന് നൽകി. സത്യയുടെ കൈപിടിച്ച് അങ്ങോട്ട് കൊടുത്തു. മഹാപ്രഭുവായ ഭഗവാൻ ആത്മസദൃശിയായ ആ രാജകന്യകയെ വിധിപ്രകാരം സ്വീകരിക്കുകയും ചെയ്തു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.